ഹായ് ഫ്രണ്ട്സ്, ക്ലിക്ക് ടു സർവീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ BPL സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ റേഷൻ കാർഡ് കൺവേർഷന് APL നിന്ന് BPLലേക്ക് ആക്കാനായിട്ട് നമുക്ക് BPL സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. ഇത് നമുക്ക് K-സ്മാർട്ട് വഴി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഗൂഗിളിൽ K-സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് K-സ്മാർട്ട് സൈറ്റിൽ പ്രവേശിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ മുകളിൽ രജിസ്റ്റർ ബട്ടണിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷനുണ്ട്. അവിടെ നമുക്ക് മൊബൈൽ നമ്പറും ആധാറും വെച്ച് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. K-സ്മാർട്ടിൽ സിറ്റിസൺ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് മുൻപുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഓൾറെഡി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പറും OTPയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതിനായി നമ്മൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ എടുത്ത് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് മൊബൈലിലേക്ക് വരുന്ന OTPയും എൻട്രി ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിവിടെ സെർച്ചിൽ BPL സർട്ടിഫിക്കറ്റ് എന്ന് സെർച്ച് ചെയ്താൽ BPL സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതാണ്. അതല്ലെങ്കിൽ ഇടതുവശത്ത് നമുക്ക് അതേഴ്സ് കൊടുത്തിട്ട് സിറ്റിസൺ ആൻഡ് വെൽഫെയറിൽ BPL സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ എടുത്തും മുന്നോട്ട് പോകാവുന്നതാണ്. ഇവിടെ നമ്മൾ സെർച്ച് ചെയ്ത് BPL സർട്ടിഫിക്കറ്റിൻ്റെ പേജിലേക്ക് കടന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ സബ്മിറ്റിംഗ് ടു ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഡിസ്ട്രിക്റ്റും ലോക്കൽ ബോഡി ടൈപ്പും ലോക്കൽ ബോഡി നെയിമും ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി. ദെൻ പ്രൊസീഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. തുടക്കത്തിൽ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും K-സ്മാർട്ടിൽ നിന്ന് ഫെച്ച് ചെയ്തിട്ട്. അപ്ലൈ ഫോർ അതേഴ്സ് ആണെങ്കിൽ അവിടെ അപ്ലൈ ഫോർ അതേഴ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ നമ്മൾ ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി നെയിം, ഹൗസ് നെയിം എല്ലാം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. വാട്സപ്പ് നമ്പർ തന്നെയാണ് മൊബൈൽ നമ്പറെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും സെയിം ആയിട്ട് വരുന്നതാണ്. ഇവിടെ നമ്മൾ വാർഡ് നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു, പോസ്റ്റ് ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. പിൻകോഡ് കറക്റ്റായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. മെയിൻ പ്ലേസ്, അതായത് നമ്മുടെ വീടിൻ്റെ മെയിൻ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അതുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡോർ നമ്പറും കൊടുക്കുക. ഇമെയിൽ ID ഇവിടെ ഓട്ടോമാറ്റിക്കലി ഫെച്ചായി വന്നിട്ടുണ്ട്. ഇതിനുശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ ജനറൽ ഡീറ്റെയിൽസ് ആണ് കൊടുക്കാനായിട്ടുള്ളത്. ജനറൽ ഡീറ്റെയിൽസിൽ നമ്മളോട് കാറ്റഗറി, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് BPL ആണ് കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ദെൻ ഇൻകം എന്നുള്ളിടത്ത് നമുക്ക് നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. ആ ഇൻകം സർട്ടിഫിക്കറ്റിൽ പറഞ്ഞിട്ടുള്ള ആനുവൽ ഇൻകം എത്രയാണോ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അക്കൗണ്ട് ടൈപ്പ് ഇവിടെ മാൻഡേറ്ററി അല്ല, അത് കൊടുക്കണമെന്നില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ്. അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം കൊടുത്താൽ മതിയാവും. ദെൻ നമ്മളോട് വാർഡ്, ഡോർ നമ്പർ, സബ് നമ്പർ, നമ്മുടെ വീട് ഓൺ വീടാണോ റെൻ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതും കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് ഡോക്യുമെൻറ്റ്സ് എന്ന സെക്ഷനാണ്. ഇവിടെ നമുക്ക് ആധാർ കാർഡും റേഷൻ കാർഡും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി നമ്മൾ ആധാർ നമ്പർ, ഡോക്യുമെൻറ്റ് നമ്പർ എന്നുള്ളിടത്ത് കൊടുക്കുക. ആധാറും റേഷൻ കാർഡും PDF ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. റേഷൻ കാർഡ് നമ്പറും ആ ഡോക്യുമെൻറ്റ് നമ്പർ എന്ന സ്ഥാനത്ത് കൊടുക്കേണ്ടതാണ്. താഴെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇൻകം സർട്ടിഫിക്കറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ പ്രൊസീഡ് ആൻഡ് പ്രിവ്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. ഇവിടെ നമുക്ക് നമ്മുടെ ഒരു പ്രിവ്യൂ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നൊന്നും കൂടി ചെക്ക് ചെയ്യുക. കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കിയതിന് ശേഷം പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുക. ഇത് നമ്മുടെ ഡിക്ലറേഷൻ സെക്ഷനാണ്. ഇവിടെ നമ്മൾ I agree കൊടുത്ത് പ്രൊസീഡ് കൊടുത്ത് മുന്നോട്ട് പോവുക. OTP വെരിഫിക്കേഷൻ ഉണ്ടാകും. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് OTP വന്ന് OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ OTP ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ
സബ്മിറ്റ് കൊടുത്താൽ സബ്മിറ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്കൊരു അക്നോളജ്മെൻറ്റ് നമ്പർ ലഭിക്കും. ഈ നമ്പർ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ മൈ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ അവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി BPL സർട്ടിഫിക്കറ്റ് അപ്രൂവ്ഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആയിരിക്കും. ഇത് നമ്മൾ റേഷൻ കാർഡ് കൺവേർഷന് വേണ്ടിയിട്ട് നമുക്ക് ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ഒപ്പം BPL സർട്ടിഫിക്കറ്റും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോസസ്സ്. വളരെ സിമ്പിളാണ് BPL സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.